സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. ഓം തത്സത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതെല്ലാം നന്മയുടെ, ചൈതന്യത്തിന്റെ, ധന്യതയുടെ പന്ഥാവിലൂടെ മുമ്പോട്ടു പോകും. ഭാരതം ഇന്ന് ലോകത്തിന്റെ വെളിച്ചമാണ്. മറ്റ് മതങ്ങളെല്ലാം എണ്ണം കൂട്ടാനും വണ്ണം കൂട്ടാനും അടിച്ചു മാറ്റാനും കൊള്ളയടിക്കാനും തട്ടിപ്പറിക്കാനും ചതിയും വഞ്ചനയിലൂടെയും പോകുമ്പോൾ ഭാരതത്തിന്റെ ഋഷിവര്യന്മാര് പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് ഒരു അമേരിക്കൻ വനിത, അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം, അവരിങ്ങനെ തൊഴുതുകൊണ്ട് പറയുകയുണ്ടായിരുന്നു, ഇന്ത്യ ഈസ് ഗോയിങ് ബാക്ക് ടു ഹെർ ഗ്ലോറി. ഭാരതത്തിന്റെ ചൈതന്യത്തിലേക്ക് പോവുകയാണ് എന്ന്. ഭാരതം അതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വീക്ഷണം കൊണ്ടും ലക്ഷ്യം കൊണ്ടും എല്ലാ ചാനലുകളും കുറെ അധികം പത്രങ്ങളുമെല്ലാം ഇന്ന് ഭാരതത്തിന്റെ നന്മ അടിവരയിട്ട് പറയാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെങ്കിലും ഭാരതത്തിന്റെ ഭരണാധികാരികളുടെ ഭാരതത്തെ ലോകം എങ്ങനെ കാണുന്നു, ലോകത്തിന്റെ പ്രശ്നങ്ങൾ ഭാരതം എങ്ങനെ കാണുന്നു, ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്താ കാരണം അറിയോ? പണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരി പ്രൊഫസർ 2 വർഷം ശ്രീവല്ലഭ ക്ഷേത്രത്തില് മേശാന്തിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അമ്മ വഴിപാട് നേർന്നതാണ്. തനിക്കൊരു മകനെ കിട്ടുകയാണെങ്കിൽ ശ്രീവല്ലഭന്റെ പൂജാരിയായിട്ട്, മേശാന്തിയായിട്ട് 2 വർഷം സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അമ്മ പോയിട്ട് കുറെ കാലമായി. വിഷ്ണുനാരായണൻ നമ്പൂതിരി അങ്ങനെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി 2 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ഒരു പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷമാണ് എന്റെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ള വരിയാണ്. ലോകത്തിലെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അടുത്ത ചാപ്റ്റർ പറയാൻ പോകുമ്പോൾ ഇത് പറയുന്നത് നല്ലതാണെന്ന് തോന്നി. അടുത്ത ചാപ്റ്റർ വിഷ്ണുനാരായണ നമ്പൂതിരി പറഞ്ഞതിനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ട്. മാർക്സും ഏംഗൽസും അതുപോലെ തന്നെ ലെനിനും സ്റ്റാലിനും എല്ലാം ലോകത്തിലെ എല്ലാ ലൈബ്രറികളും അന്വേഷിച്ചു എന്ന് തന്നെയാണ് അങ്ങേര് ഉപയോഗിച്ച വാക്ക്. എല്ലായിടത്തും കാണാൻ സാധിച്ചത് മനുഷ്യരെ 2 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു, ഉള്ളവരെ ഇല്ലാത്തവരെ, ഹാവ്സും ഹാവ് നോട്ട്സും. പക്ഷെ ഇവർ ഭാരതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നു. ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഉണ്ടായിട്ട് വേണ്ടാത്തവര്, അല്ലെങ്കിൽ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവരുണ്ട്. 3ാമത്തെ കാറ്റഗറി ഉണ്ടായിട്ട് വേണ്ടാത്തവര്. ഇനി ഇംഗ്ലീഷിൽ വലുതായിട്ട് പറയാൻ പറ്റില്ല. ഉണ്ടായിട്ട് വേണ്ടാത്തവര് അല്ലെങ്കിൽ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവര്, അവരാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്. ശത്രുവിനെ പോലും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനും പഠിപ്പിച്ചവര്. അതാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത്. അങ്ങനെ സ്വതന്ത്രമായ നന്മ നിറഞ്ഞ ചൈതന്യവത്തായ ഭാരതീയ പൈതൃകത്തിന്റെ പ്രകാശം പുറത്തേക്ക് വരുമ്പോഴാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെയൊക്കെ രാപ്പകല് പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിലെ പ്രകാശം വന്നപ്പോഴാണ് ഇവര് ചെയ്ത ഇരുട്ടിലേക്കൊക്കെ നമ്മളുടെ പ്രകാശം വന്നു. അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. രാപ്പകല് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും നമ്മളെ കൊള്ളയടിച്ചതിനേക്കാൾ ഭീകരമായിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന ഇവരും ഇവരുടെ കൂടെയുള്ളവരുമാണ് നമ്മളെ ചതിച്ചതും വഞ്ചിച്ചതും പറ്റിച്ചതും. ഇന്ന് ജയശങ്കറിന്റെ മുമ്പിലിരുന്നുകൊണ്ട് ഒരു യൂറോപ്യൻ വനിത ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഡോക്ടർ ജയശങ്കർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നു,
ഇന്ത്യൻസ് റിയലൈസ്ഡ് ദാറ്റ്, ആ സ്ത്രീ പറയാണ്, ഇന്ത്യൻസ് റിയലൈസ്ഡ് ദാറ്റ് വി ദ യൂറോപ്യൻസ് വർ cheating the Indians, looting the Indians, and murdering the Indians for our benefit and for looting India. They are now thinking about it. They are realizing about it. ആ സ്ത്രീ പറയാണ്, യൂറോപ്പിലെ ഇരുന്നോണ്ട് പറയാണ്. ജയശങ്കർ ഉണ്ട് അടുത്ത്, ഇത് രാജ്യത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് നമ്മളെ ചതിച്ച സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പോലും ഈ 59,000 ഹിന്ദുക്കളെ കൊന്നത് നമ്മളിപ്പോഴും തിരിച്ചറിയണില്ല. വാരിയംകുന്നത് അഹമ്മദ് ഹാജി കൊല വിളിച്ചത് തിരിച്ചറിഞ്ഞു. പുഴ മുതൽക്ക് പുഴ വരെ മാർച്ച് 3-ാം തീയതി മുതൽക്ക് വരുന്നുണ്ട്. അയാള് കൊന്നതും ഇസ്ലാം മതം സ്വീകരിക്കാത്തവരെയാ. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കൊന്നതും 1410 ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും തകർത്തതും എല്ലാം സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ നേതൃത്വത്തിലാണ്. അയാളെ സെയിന്റ് ആക്കി. എന്നാലോചിച്ചു നോക്കൂ. ഇന്ത്യക്കാരനല്ല, പോർച്ചുഗീസുകാരനാണ്. വാരിയംകുന്നത് അഹമ്മദ് ഹാജി ഇന്ത്യക്കാരനാണ്. ഏതായാലും സത്യം കുറെ അധികം പുറത്തേക്ക് വരുന്നു. ഗാന്ധിജി യഥാർത്ഥത്തില് റഷ്യക്കാരോട് പറയുന്നത്, അതുപോലെ തന്നെ ഹിറ്റ്ലറോട് പറയാൻ പറയുന്നത്, ഇംഗ്ലണ്ടുകാരോട് പറയുന്നത്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നാളൊക്കെയാണ് പുതിയ ചാനലിൽ വരികയാണ്. ഇന്റലക്ച്വൽ ഗൈസ് 69 എന്നൊരു ചാനല്, @ഇന്റലക്ച്വൽ ഗൈസ് 69. അതിൽ ചോദിക്കുകയാണ്, ഈ വരികളൊക്കെ ഗാന്ധിജി പറഞ്ഞതാണ്, ഇയാളാണോ മഹാത്മാവ് എന്നാണ് ലാസ്റ്റ് ചോദ്യം. ആദ്യമായിട്ടാണ് 2023 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് ഈ ഒരു ചോദ്യം പുറത്തുനിന്ന് ഞാൻ കേൾക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഇയാളാണോ മഹാത്മാവ്? ഇത്ര ഭീരുവും ലോകത്തിൽ ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഉപദേശം റഷ്യക്കാർക്കും ഇംഗ്ലണ്ടുകാർക്കും നാസി ഹിറ്റ്ലറെ കുറിച്ച് കൊടുത്തതും ജൂതന്മാര് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് വിചാരിച്ച് സമാധാനിച്ചോളാൻ പറഞ്ഞതും എല്ലാം. ഏതായാലും കാര്യം ലോകം തിരിച്ചറിയുന്നു. അത് ഈ ഉണ്ടായിട്ട് വേണ്ടാത്തവരുണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവരുണ്ടല്ലോ, അവരുടെ തപസ്സാണ് ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്. അവരുടെ ത്യാഗമാണ് ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്. സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവര്, അവരെ കുറിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ എന്തിനാ ഈ സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും പറയുന്നത്? ഒരൊറ്റ വരിയിൽ ഉത്തരം പറയാം. അത് എന്റെ തോന്നലാണ്, നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഭഗവാൻ കൃഷ്ണനും അത് പറയുന്നു. കൃഷ്ണൻ പറയുന്നു, ഇത് എന്റെ അഭിപ്രായമല്ല, അറിവുള്ളവർ പറയുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് 3 ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത്. അർജുനനാണ് ചോദിക്കുന്നത്, ഈ യുദ്ധമെല്ലാം ചെയ്തു, ഇതൊക്കെ ആയി, ഭഗവത്ഗീതയൊക്കെ പഠിച്ചു, നീ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായി കൃഷ്ണ, ഇനി യുദ്ധം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സന്യാസിയാകാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ എന്താണ് സന്യാസം? അത് ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ നരേന്ദ്രമോദി അത് തന്നെയല്ലേ, 2025 സന്യാസിയാകുമെന്ന് ഉറപ്പാണ്. യോഗി ആദിത്യനാഥിന് ചാർജ് കൊടുത്തിട്ട് അടുത്ത ഇലക്ഷനും കൂടി കഴിഞ്ഞാൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കും. അങ്ങനെയാണല്ലോ. കൗശികൻ എന്ന രാജാവ് വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ, കാമധേനുവിനെ എടുക്കാൻ പോയി, പറ്റിയില്ല, യുദ്ധം ചെയ്തു, തോറ്റു, അവസാനം സന്യാസം സ്വീകരിച്ചു. സന്യാസം സ്വീകരിച്ചിട്ടാണ് വിശ്വാമിത്രനായി മാറിയത്. നല്ല രസമാണ് ആ വരികളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു മാളികപ്പുറമാണ് ഈ നമ്മളുടെ പൈതൃകമെല്ലാം. അപ്പൊ യഥാർത്ഥത്തിൽ അർജുനൻ ചോദിക്കുന്നു, ശരി, നീ പറഞ്ഞ മാതിരി ഞാൻ യുദ്ധം ചെയ്തോളാം, എല്ലാം ചെയ്തോളാം, പക്ഷേ എന്റെ ദൗത്യം തീർന്നാൽ ഞാൻ സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ സന്യാസം എന്താണ് കൃഷ്ണ? എനിക്കും നിങ്ങൾക്കും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമല്ലേ. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലാണ് ചോദ്യം. കാരണം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു, അറിയാനുള്ളതെല്ലാം അറിഞ്ഞു, ഉൾക്കൊള്ളാനുള്ളതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു ചോദ്യമാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചറിഞ്ഞു, ഇനി ഞാൻ എന്റെ ജീവിത യാത്രയിലേക്ക്, ഞാൻ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് കൃഷ്ണ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ സന്യാസസ്യ ഹേ മഹാബാഹോ കൃഷ്ണ തത്വം അഹം അർജുന ഇച്ഛാമി ത്വം വേദിതവ്യം. ഹേ കൃഷ്ണ, ത്വയാ വേദിതവ്യം. സന്യാസത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? തത്വം അഹം
ശൃണോതുമിച്ഛാമി ജ്ഞാതുമിച്ഛാമി അത് വേദിതവ്യം. എനിക്ക് സന്യാസം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ വീട്ടില് മക്കൾക്ക് ഭാരമെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാല് ആവശ്യമില്ലാതെ പണ്ട് മുതൽക്ക് തന്നെ പറയുന്ന ഒരു വരിയുണ്ട്. എന്താ അറിയോ? മകനെ മരുമകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മകളെ മരുമകന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ മകനെ മരുമകളുടെ കയ്യിലും മകളെ മരുമകന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടേ പോവുക. ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേ മുമ്പോട്ട് പോവുക. എല്ലാ ഉത്തരവാദിത്വവും തീർന്നാൽ പിന്നെ നിവർത്തിക്കുക, തിരിച്ചു വരിക. പിന്നെ ഭഗവാൻ പറഞ്ഞ മാതിരി സന്യാസം. ആവശ്യമില്ലാത്ത മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാം, അവർക്ക് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കാം, അവർക്ക് ഞാൻ നിന്നേക്കാളും കൂടുതൽ പിറന്നാൾ ഊണ് കഴിച്ചവനാണ്, ഓണം ഊണ് കഴിച്ചവനാണെന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കാതിരിക്കുക. അവർക്ക് വേണമെങ്കിൽ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് വലിയ സ്നേഹങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അവരനുഗ്രഹം വാങ്ങിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അഭിപ്രായം ചോദിക്കാൻ അവർ വരും എന്ന് വിചാരിക്കാതിരിക്കുക. അവരെന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാതിരിക്കുക. അവർ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാം, അവരനുഗ്രഹം വാങ്ങിക്കാൻ വരികയാണെങ്കിൽ കൊടുക്കുക, അവർ സ്നേഹിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക. അവരെന്റെ കൂടെ ഉണയിക്കാനിരിക്കണം, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ഉണയിക്കാനിരിക്കുന്നത്, അത് വിടുക. അങ്ങനെയുള്ളതെല്ലാം വിടുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കത് സാധിച്ചാൽ. ഞാൻ അനുഭവിക്കുന്ന ആളാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ട് ഒന്നിനെ കുറിച്ച് എനിക്ക് ഒന്നും തോന്നാറില്ല. കുറെ കൂടി മുമ്പോട്ട് പോകണം. ഇവരെ സ്നേഹിക്കണം നിർബന്ധമില്ല, ഇവർ കാര്യങ്ങൾ ചോദിക്കണം നിർബന്ധമില്ല, ഇവരെ അനുഗ്രഹിക്കണം നിർബന്ധമില്ല. ഒന്നിനോട് നമുക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ ഇവരത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും തോന്നുമോ? നിവർത്തിക്കുക. അപ്പോ അർജുനൻ 17 അധ്യായങ്ങളിലെ വിവരണങ്ങളൊക്കെ കേട്ടതിന് ശേഷം കൃഷ്ണനോട് ചോദിക്കാണ്, ഹേ കൃഷ്ണ, ഹേ മഹാബാഹോ, സന്യാസസ്യ തത്വം അഹം ഇച്ഛാമി ത്വം വേദിതവ്യം. അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ത്യാഗസ്യ ച ഹേ ഋഷികേശ, ത്യാഗസ്യ ച തത്വം അഹം ശ്രോതും ഇച്ഛാമി വേദിതവ്യം. പൃഥക് ഹേ കേശനിഷൂദന. കൃഷ്ണനെ 3 വാക്കുകളാണ് ഒരൊറ്റ ശ്ലോകത്തില്. മഹാബാഹോ എന്നൊരു വാക്ക്, ഋഷികേശ എന്നൊരു വാക്ക്, കേശിനിഷൂദന എന്ന വാക്ക്. ഒരൊറ്റ ശ്ലോകത്തില് കൃഷ്ണനെ കുറിച്ച് 3 വാക്കുകൾ. സന്യാസം എന്താണ് കൃഷ്ണ, ത്യാഗം എന്താണ് കൃഷ്ണ, ഇത്രയേ ഉള്ളൂ. നല്ല രസമല്ലേ അത്? ഞാൻ ഉറപ്പിച്ച് 100 പ്രാവശ്യം പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷകൾ, ഡിസയർ, ആഗ്രഹങ്ങൾ, അത് അപ്പുറത്തുള്ളവന് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, എനിക്ക് വേണ്ട, വേണ്ടെന്ന് വെച്ചില്ലേ, ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവരായി തീരുക. ഭഗവാൻ കൃഷ്ണൻ സന്യാസത്തിന്റെ അർത്ഥവും ത്യാഗത്തിന്റെ അർത്ഥവും പറയാണ്. ഓർമ്മിക്കുക, കൃഷ്ണൻ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ നിർദ്ദേശിക്കുകയല്ല. അതാണ് കൃഷ്ണന്റെ മഹത്വം എന്ന് പറയുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കവയോ വിദുഹു, കവികള് പറയുന്നു എന്നല്ല കേട്ടോ. വേദമന്ത്രങ്ങൾ എഴുതിയവരെ മാത്രമാണ് കവികൾ എന്ന് പറയാം. വാഴക്കുല എഴുതിയ ആളാ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കവിയാണ്. എടപ്പള്ളി കവിതകളും സച്ചിദാനന്ദന്റെ കവിതകളും അതുമാതിരി അവർ കവിതകളാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ ഒന്നും കവികൾ എന്നൊന്നും പറയാറില്ല. ഉത്തിഷ്ഠത കേട്ടിട്ടുണ്ടല്ലോ. ജാഗ്രത പ്രാപ്യവരാന്നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പതസ്തത് കവയോ വദന്തി. ദുർഗം പദസ്തത് കവയോ വദന്തി. അർത്ഥം മനസ്സിലായോ? ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജാഗ്രത, ബി അവയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല എന്ന് മനസ്സിലാവാം. പ്രാപ്യവരാന്നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. ക്ഷുരസ്യ ധാര നിശിതാ ദുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി. ബാർബർ, തലമുടി വെട്ടുന്ന ബാർബർ, ഷേവ് ചെയ്യുന്ന ബാർബറുടെ കയ്യിലുള്ള കത്തി എത്ര മൂർച്ചയുള്ളതാണോ
ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് എത്രത്തോളം ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ഈ 3 വാക്കുകൾ ജീവിതത്തിൽ പകർത്തുക. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത എന്നുള്ളത് ജീവിതത്തിൽ പകർത്തുക എന്ന് ആര് പറയുന്നു? കവയോ വദന്തി എന്ന് യമധർമ്മരാജാവ് നചികേതസിന് പറഞ്ഞു കൊടുക്കാൻ വേദമന്ത്രങ്ങൾ എഴുതിയവർ പറഞ്ഞു കൊടുക്കുന്നു. എന്ത് ഗംഭീരാണല്ലേ. അപ്പൊ ഇവിടെ കാമ്യാനാം കർമ്മണം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക, അതാണ് സന്യാസം എന്ന് ഞാൻ ശ്രീകൃഷ്ണൻ ദേവകീപുത്രൻ വസുദേവസുതൻ വാസുദേവൻ പറയുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. പകരം കൃഷ്ണൻ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ പറഞ്ഞു, കവയോ വദന്തി, കവികൾ പറയുന്നു, വേദമന്ത്രങ്ങൾ എഴുതിയവർ. അപ്പൊ എന്താ? എന്റെ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് ഒരു ഗണപതി ഹോമം, ഒരു ചണ്ഡികാ ഹോമം, ഒരു സുദർശന ഹോമം, ഇതൊക്കെ എന്റെ ജീവിതത്തിലെ കുറെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ 101 പേർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. ഉദയാസ്തമയ പൂജ നടത്തുന്നു, എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. എന്റെ മകൾക്ക് നല്ല ഒരു വരനെ കിട്ടണം. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തില് ക്രിസ്ത്യാനിയാണെന്ന് പറയാതെ അകത്തേക്ക് പോവുക. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിടില്ല. കാരണം പഴയ ഹിന്ദുക്കളുടെ മൈൻഡ് സെറ്റ് ഉള്ളവരാ. അകത്തേക്ക് പോയിട്ട് പട്ടും താലിയോ എന്താ വെച്ചാൽ കൊടുക്കാം. അത് നല്ല വരനെ കിട്ടാൻ വേണ്ടിയാ. അപ്പൊ ഇതെല്ലാം കാമ്യാണാം കർമ്മണാം ന്യാസം, സന്യാസം. അർത്ഥം മനസ്സിലായല്ലോ. എനിക്ക് എന്തെങ്കിലൊക്കെ നേട്ടം ഉണ്ടാവാൻ, ഈ നേട്ടം ഉണ്ടാവുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നേട്ടം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, വഴിപാട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സന്യാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അർജുനൻ ചോദിച്ചു. കൃഷ്ണൻ മറുപടി പറയുന്നു, കാമ്യാണാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. കവികള്, വേദമന്ത്രങ്ങൾ എഴുതിയവർ പറയുന്നു, ആഗ്രഹ പൂർത്തീകരിക്കാൻ, വീട് വെക്കാൻ, കാർ വാങ്ങിക്കാൻ, സ്ഥലം വാങ്ങിക്കാൻ, നല്ല കുട്ടികൾ ഉണ്ടാവാൻ, നല്ല ഭാര്യയെ കിട്ടാൻ, നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ, പ്രൊമോഷൻ കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ, വിദേശ യാത്രയ്ക്ക് സന്തോഷകരമായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ ആത്മീയമായി ചെയ്യുന്നോ ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഒഴിവാക്കാം. ആത്മീയതയാണ് അതിൽ കൂടുതലായിട്ട് കേട്ടോ. സന്യാസം എന്ന വാക്ക് കുറച്ചുകൂടി ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് ചെയ്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് സന്യാസം എന്നൊരു വാക്ക്. അത്രേ ഉള്ളൂ. അതിന്റെ മീനിങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കൃഷ്ണൻ പറഞ്ഞതല്ല. അത് കവികള്, വേദമന്ത്രങ്ങൾ എഴുതിയവർ പറയുന്നു. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? സർവകർമ്മ ബലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ. വിചക്ഷണ, നേരത്തെ പറഞ്ഞത് വേദമന്ത്രം എഴുതിയ ഋഷിമാര്. വിചക്ഷണാഹ, ദീർഘദൃഷ്ടിയുള്ളവര്, അഗാധമായി കാര്യങ്ങൾ പഠിച്ചറിഞ്ഞവര്. വിചക്ഷണാഹ സർവകർമ്മ ബലത്യാഗം. അതിന്റെ അർത്ഥം എന്താ? ഞാൻ കുറെ കർമ്മങ്ങൾ ചെയ്തു. ഞാൻ ഗുരുവായൂരിൽ പോയി, ഞാൻ ഗുരുവായൂരിൽ താമസിച്ചിട്ട് നിർമാല്യ ദർശനം നടത്തി, ഞാൻ കുറെ പേർക്ക് ഭക്ഷണം കൊടുത്തു, ഞാൻ കുറെ അധികം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. എന്തിനാ ഇതൊക്കെ ചെയ്ത്? ചുമ്മാ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട, സുഖവും വേണ്ട, നല്ല വീടും വേണ്ട, കാറും വേണ്ട, ഒന്നും വേണ്ട. വെറുതെ ഒരു രസം. പെൻഷൻ കിട്ടുന്നുണ്ട്, ആ പെൻഷന്റെ ഒരു എമൗണ്ട് കുറെ പാവപ്പെട്ടവരുള്ളവരുടെ കൊടുക്കുന്നു. എന്താ തിരിച്ചു പ്രതീക്ഷിക്കുന്നത്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സർട്ടിഫിക്കറ്റ് പത്മശ്രീ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെന്താ ഒന്നും പ്രതീക്ഷിക്കാത്തത്? എനിക്ക് വേണ്ട, എനിക്കുള്ളത് മതി, എനിക്ക് ഒന്നും വേണ്ട. അപ്പൊ പിന്നെ നമ്മളുടെ ഇതിന്റെ ചെയർമാൻ ആക്കട്ടെ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ട. അപ്പോൾ എല്ലാ കർമ്മത്തിന്റെയും റിസൾട്ട് ആൻഡ് റിവാർഡ് അറിഞ്ഞുകൊണ്ട് സ്വമനസ്സാല് വേണ്ടെന്ന് വെക്കുന്നതാണ് ത്യാഗം. ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ട്. എന്താണ്? പ്രാവശ്യത്തെ കമ്മിറ്റി തീരുമാനിച്ചു ഗോപാലകൃഷ്ണന് ഒരു അവാർഡ് കൊടുക്കണം, എനിക്ക് വേണ്ട. അമൃതയുടെ അവിടെ പോയിട്ട് ഞാൻ ക്ലാസ് എടുത്തു. അപ്പൊ സാറിന്റെ ഓണറേറിയം ഏത് അക്കൗണ്ടിലാ തരേണ്ടത്? എനിക്ക് ഓണറേറിയം വേണ്ട. അല്ല, യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തത് കൊണ്ട് ഓണറേറിയം ഉണ്ട്, എനിക്ക് വേണ്ട. അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇത്ര ക്ലാസ് എടുക്കാൻ സാധിച്ചത് എനിക്ക് സന്തോഷം, എനിക്ക് ഒറ്റ പൈസ വേണ്ട. ഇതൊരു വലിയ കാര്യമായിട്ട് പറയല്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അത് വേണ്ടെന്ന് വെക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, വിവരണാതീതമാണ്. അതാണ് ത്യാഗം. അതായത് സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, കൃതാർത്ഥതയോടുകൂടി, കൃതജ്ഞതയോടുകൂടി
ഒരാളെയും ബോധിപ്പിക്കാൻ, ഞാനിത് പറഞ്ഞത് തള്ളാണെന്ന് വിചാരിച്ചേക്കല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതൊരു വലിയ ത്യാഗം അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ത്യാഗത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു അർത്ഥം പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ രീതിയിൽ എടുത്തേക്കല്ലേ. അപ്പൊ യഥാർത്ഥത്തില് എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി, ഒന്നും വേണ്ട. വേണ്ടെന്ന് വെക്കുന്നത്, കിട്ടാൻ സാധ്യതയുള്ളത് ഉപേക്ഷിക്കുന്നതും, കിട്ടാൻ സാധ്യതയുള്ളത് വേണ്ടെന്ന് വെക്കുന്നതും, ഏത് രീതിയിലും എനിക്ക് വരുന്നത് എന്തായാലും അറിവ് എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം വേണ്ടെന്ന് വെക്കുന്നതാണ് ത്യാഗം. അപ്പോ കർമ്മബല ത്യാഗം, കർമ്മം ചെയ്യുന്നുണ്ട്, കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, കർമ്മത്തെ ത്യജിക്കുന്നില്ല, കർമ്മത്തിന്റെ ഫലത്തെ, റിസൾട്ട് ആൻഡ് റിവാർഡ് ഓഫ് ആൾ ആക്ഷൻ, അതിനെയാണ്. മറ്റേത് കാമ്യാണാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദു, കവികളത് വേദമന്ത്രങ്ങൾ. മറ്റേത് ശരിക്ക് സർവകർമ്മ ബലത്യാഗം, കർമ്മമുണ്ട്, ബലത്യാഗം, അതാണ് ത്യാഗം. വിചക്ഷണാഹ, കൃഷ്ണൻ പറയുന്നതല്ല, വിചക്ഷണാഹ, ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നവർ പറയുന്നു. അടുത്തത് മൂന്നാമത്തെ വരി നോക്കൂ. കൃഷ്ണന്റെ അഭിപ്രായമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായം. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണാഹ. മനീഷിണ, മനുഷ്യര്, യോഗികളല്ല, സന്യാസികളല്ല, ജ്ഞാനികളല്ല, പണ്ഡിതരല്ല, ഇത് സ്ഥിതപ്രജ്ഞരല്ല, ഇവരൊന്നുമല്ല, സാധാരണ മനുഷ്യര്. മനീഷിണ, ആ മനീഷിണ എന്താ പറയാ, ത്യാജ്യം ദോഷവത് ഇതി ഏകകർമ്മ ത്യാജ്യം. ദോഷമുണ്ടാക്കുന്ന, നമുക്കോ മറ്റുള്ളവർക്കോ നെഗറ്റീവ് ഉണ്ടാക്കുന്ന കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളതാണ് മനുഷ്യർ സാധാരണക്കാര്. മറ്റുള്ളവർക്കെല്ലാം ദോഷമുണ്ടാക്കുന്ന, നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന എല്ലാ കർമ്മങ്ങളും ത്യാജ്യം ദോഷവത് ഇതി ഏക കർമ്മ. ദോഷവത് ഇതി ഏക കർമ്മം, ദോഷമുണ്ടാക്കുന്ന ഓരോ കർമ്മത്തെയും ത്യാജ്യം, ഒഴിവാക്കണം എന്ന് പറയുന്നു. യജ്ഞ ആര് പറയുന്നു? മനുഷ്യരിത് ഒഴിവാക്കണം, ദോഷമുണ്ടാക്കുന്നത്. ദോഷം ഉണ്ടാക്കാത്തത് ഒഴിവാക്കരുത്. ഇപ്പൊ എന്താ പറയാ, യജ്ഞം പ്ലസ് ദാനം പ്ലസ് തപ തത് ഉപരി കർമ്മ. അതേപോലെ യജ്ഞകർമ്മം, തപകർമ്മം, ദാനകർമ്മം ന ത്യാജ്യം ഇതി ച അപരേ. ദോഷം ഉണ്ടാക്കുന്ന കർമ്മങ്ങളെല്ലാം ഒഴിവാക്കണം, മനുഷ്യരെ ഒഴിവാക്കണം എന്നൊരാള്. പിന്നെ വേറെ ചിലരെന്താ പറയുന്നത്, ഏത് കർമ്മം ഒഴിവാക്കണം എന്നവർ പറയണില്ല. യജ്ഞകർമ്മങ്ങൾ ഒന്നും ഒഴിവാക്കരുത്, തപസ് പോലെയുള്ള കർമ്മങ്ങൾ ഒന്നും ഒഴിവാക്കരുത്, ദാനകർമ്മങ്ങൾ ഒന്നും ഒഴിവാക്കരുത് എന്ന് വേറെ ചിലർ പറയുന്നു. അവര് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതായത് നെഗറ്റീവ് ഒഴിവാക്കണം, അതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. ഇതൊഴിച്ച് യജ്ഞകർമ്മം ഒരിക്കലും ഒഴിവാക്കരുത്, തപോകർമ്മം ഒരിക്കലും ഒഴിവാക്കരുത്, ദാനകർമ്മം ഒരിക്കലും ഒഴിവാക്കരുത്. അതെന്തായാലും വേണം, ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം മാതിരി ചെയ്തോളൂ. എന്താ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് എനിക്ക് വീട് വെക്കാനായിട്ട് ഞാനൊരു ഉദയാസ്തമയ പൂജ ചെയ്യാൻ പോവാണ്, ചെയ്തോളൂ. പക്ഷെ യജ്ഞം, ദാനം, തപസ് ഇത് മൂന്നും ഒഴിവാക്കരുത്, ബാക്കി നിങ്ങൾ ഇഷ്ടം മാതിരി ചെയ്തോളൂ. ഒരു മന്ത്രവാദം ചെയ്യാൻ പോവാണ്, ചെയ്തോളൂ. അതിന്റെ ദുരന്തമോ അല്ലെങ്കിൽ സുഗന്ധമോ നിങ്ങൾ അനുഭവിച്ചോളൂ. ഇത് ഒഴിവാക്കരുത് എന്ന് ചിലർ പറയും. ദുഷ്ടകർമ്മം ഒഴിവാക്കണം എന്ന് വേറെ ചിലർ പറയും. കാമ്യാനാം കർമ്മണം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി രാപ്പകല് ചെയ്യുന്ന പ്രവൃത്തികള്, അത് ഒഴിവാക്കുന്നതാണ് സന്യാസം എന്ന് വേറെ ചിലർ പറയും. എന്തൊക്കെ ചെയ്താലും, അത് പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്താലും അതിന്റെ കർമ്മഫലങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാനിതാ ഇത് ചെയ്തുകൊണ്ട് പോകുന്നു, ജീവിതാവസാനം വരെ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു എന്ന് മനസ്സോടുകൂടി ചെയ്യുക. 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലൂടെ പോകുമ്പോൾ വളരെ സിമ്പിൾ കാര്യമാണ്, ഇത് കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് സന്യാസം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി, ത്യാഗം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. മാത്രമല്ല ഈ ത്യാഗം ഏതാണ് നിർബന്ധമായും ത്യജിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഒരിക്കലും ത്യജിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് മനസ്സിലായി. 3 ശ്ലോകത്തിലൂടെ 4 കാര്യങ്ങൾ. സന്യാസം എന്നുള്ളതിന്റെ അർത്ഥം, ത്യാഗം എന്നുള്ളതിന്റെ അർത്ഥം, നിർബന്ധമായും ത്യജിക്കേണ്ടത് എന്താണെന്നുള്ളത്, ഒരിക്കലും ത്യജിക്കാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളത്. ഇത് സിമ്പിളല്ലേ? പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകാത്ത വിധത്തിൽ നോക്കാം. അടുത്തത് നിശ്ചയം ശൃണുമേ തത്ര
ത്യാഗേ ഭരതസത്തമ. അല്ലയോ അർജുന, നീ ഒരു കാര്യം കേൾക്കാം. ത്യാഗം എന്ന വാക്കുകൊണ്ട് 3 തരത്തിലുള്ള അർത്ഥസന്ദേശങ്ങള് അതിനകത്ത് പെടുത്താൻ സാധിക്കും. നിശ്ചയം ശൃണുമേ തത്ര. ഇപ്പോ ഇവിടെ നീ നിർബന്ധമായിട്ടും ത്യാഗത്തിൻ്റെതായ അർത്ഥസന്ദേശങ്ങള് ഹേ ഭരതസത്തമ ത്വം മേ ശൃണു, നീ എന്നിൽ നിന്ന് കേട്ടാലും. എന്നിൽ നിന്ന് ത്യാഗത്തെക്കുറിച്ച്. ത്യാഗോ ഹി പുരുഷവ്യാഘ്ര. ത്യാഗമാകട്ടെ അല്ലയോ പുരുഷവ്യാഘ്ര. സന്യാസത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഒക്കെയാ ചോദിക്കുന്നത്. 18ാമത്തെ അധ്യായമാണ്. അപ്പൊ അർജുനൻ പതുക്കെ 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 തളർന്ന് കൃഷ്ണ, നീ 574 ശ്ലോകങ്ങൾ കൊണ്ട് ഇതൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഞാൻ ഇനി യുദ്ധം ചെയ്യാനില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സന്യാസി ആവുകയാണ്, ഞാൻ എല്ലാം ത്യജിക്കുകയാണ് എന്നെങ്ങാനും പറയാനാണ് അർജുനൻ ഒരുമ്പെടുന്നത് എങ്കിൽ അർജുനനെ അപ്രകാരം ഒരു വാക്കിലേക്ക് എത്തിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ദ്വിവചനമാണ് ഹേ പുരുഷവ്യാഘ്ര. നീ സാധാരണ ഓർഡിനറി കപ്പാസിറ്റിയുള്ള പാർട്ടിയൊന്നുമല്ല. പുരുഷവ്യാഘ്ര, പുരുഷന്മാരില് പുലിയാണ് നീ പുലിയാണ്. ആ വ്യാഘ്രത്തെ പോലെ കപ്പാസിറ്റിയുള്ള, സ്വയമേവ മൃഗേന്ദ്രത എന്ന സിംഹത്തെ പോലെ കപ്പാസിറ്റിയുള്ള നീ തൽക്കാലം സന്യാസത്തെക്കുറിച്ചോ ത്യാഗത്തെക്കുറിച്ചോ ഒക്കെ ഇപ്പോ കേട്ടാ മാത്രം മതി, അതിലേക്കൊന്ന് ഇറങ്ങി പുറപ്പെടല്ലേ എന്നൊന്ന് ഓർമ്മിപ്പിക്കാനാണ് പുരുഷവ്യാഘ്ര എന്ന് വിളിച്ചത്. കൃഷ്ണന്റെ സൈക്കോളജി നോക്കാല്ലേ. ഹേ പുരുഷവ്യാഘ്ര ത്യാഗോഹി ത്രിവിധ സംപ്രകീർത്തിത. ത്യാഗം ഒരു പോയിന്റ് അല്ല, അത് 3 തരത്തിലുണ്ട്. 3 തരത്തിലുള്ള ത്യാഗമുണ്ട്. സാത്വിക ത്യാഗം, രാജസിക ത്യാഗം, സാമസിക ത്യാഗം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. നാളെ ഞാൻ യാത്രയ്ക്ക് പോവാണ്. 11, 12, 13, 14 ദിവസങ്ങളില് അമൃത ടിവിയില് നമ്മുടെ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം എന്ന വലിയ പ്രോഗ്രാമിൽ രാവിലെ ഏതാണ്ട് ഒരു 8 മണി മുതൽക്ക് രാത്രി ഒരു 12 മണി വരെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉണ്ട്. അതിന്റെ ജഡ്ജായിട്ട് പോകുന്നത് കൊണ്ട് അടുത്ത 11, 12, 13, 14 ക്ലാസ് ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾക്കറിയാം, നമ്മളുടെ 18-ാം തീയതി ശിവരാത്രിയാണ്, പിതൃപൂജയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ നമുക്ക് എന്താ ചെയ്യാ, മഴുവഞ്ചേരിയിലേക്കൊന്ന് വരിക. പിതൃപൂജ രാവിലെ 6:30, 7:30, 8:30. ചെറിയ ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ, ധാരാളം സമയം ഉണ്ടാവും, ഭക്ഷണം അവിടെ ഉണ്ടാവും. സാധിക്കുമെങ്കിലും സാധിക്കില്ലെങ്കിലും വരിക. ഹോളിഡേ ആണ്, നിങ്ങൾക്കറിയാം. ശനിയാഴ്ചയാണ്, അടുത്ത ദിവസം ഞായറാഴ്ചയുമാണ്. അപ്പോ 18-ാം തീയതി ശിവരാത്രിക്ക് വരണം. ഈ 14-ാം തീയതി വരെ ക്ലാസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് 15, 16 ഉണ്ടാവും. 17-ാം തീയതി അവിടെ നിന്നായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നമ്മള് 18-ാമത്തെ അധ്യായത്തിലെ 3 ശ്ലോകങ്ങള് സാമാന്യ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. വളരെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കണ്ട. എന്നാലും നല്ല അർത്ഥമാണ്. സന്യാസം എന്താണ്, ത്യാഗം എന്താണ്, നിർബന്ധമായും ത്യജിക്കേണ്ടത് എന്താണ്, ഒരിക്കലും ത്യജിക്കാൻ പാടില്ലാത്തത് എന്താണ്, ഇങ്ങനെ 4 നിർദ്ദേശങ്ങളാണ് കവികളുടെ, വേദമന്ത്രങ്ങൾ എഴുതിയവരുടെയും ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയുന്ന പണ്ഡിതരുടെയും വീക്ഷണത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ നമ്മളുടെ മുമ്പിൽ വെച്ചത്. സമയം പെട്ടെന്ന് പോയി അല്ലേ. ഏതായാലും എല്ലാവർക്കും സായം സന്ധ്യാവന്ദനം. ശുഭരാത്രിയിലേക്കുള്ള പ്രയാണം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും പുഷ്പങ്ങളും പ്രണാമങ്ങളും എല്ലാം ഭഗവാൻ മഹാദേവന്റെ പാദങ്ങളിൽ, പത്മനാഭന്റെ പാദങ്ങളില്, അതുപോലെ പൂർണ്ണത്രയീശന്റെയും ഗുരുവായൂരപ്പന്റെയും സ്വാമി വിവേകാനന്ദന്റെയും കൃഷ്ണന്റെയും ഭാരതമാതാവിന്റെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. പ്രണാമം പ്രണാമം പ്രണാമം. ഓം തത്സദ്. ഓം തത്സദ്. ഓം തത്സദ്. എല്ലാവർക്കും ഓം ശാന്തി ശാന്തി ശാന്തി. പ്രണാമം ഒരിക്കൽ കൂടി.